ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മട്ടൺ കറിയാണ്. ഇത് ഞാനല്ല തയ്യാറാക്കുന്നത്, ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് സ്പെഷ്യലാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ വളരെ പെട്ടെന്നുള്ള മട്ടൺ കറി എങ്ങനെ തയ്യാറാക്കുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ 2 സവോള, മുഴുത്ത 2 സവോളയാണ്, പിന്നെ ഒരു കുടം വെളുത്തുള്ളി, ഒരു സൈസിലുള്ള ഇഞ്ചി, പിന്നെ 3 പച്ചമുളക്, 2 സെറ്റ് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ ക്ലീൻ ചെയ്ത് കഴുകി കുക്കറിൻ്റെ അകത്തേക്ക് ഇടണം. കുക്കറിൻ്റെ അകത്ത് ആദ്യം 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കട്ട് ചെയ്തിരിക്കുന്ന സവോളയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ആ ഒരു കുടം വെളുത്തുള്ളി ഡയറക്റ്റായിട്ട്, അതായത് അതിൻ്റെ ചൂട് മാത്രം കണ്ടിച്ചിട്ട് അതേപടി നമ്മൾ ഫുള്ളായിട്ട് അങ്ങോട്ട് ഇട്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ പച്ചമുളകും കറിവേപ്പിലയും, പിന്നെ ഇത് കുക്കറിൻ്റെ അകത്ത് അടച്ചിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കരുത്. ഡയറക്റ്റ് നമ്മൾ തീയിൽ വെച്ച് ചെറിയ തീയിൽ ആദ്യം വേവിച്ച് ഒരു 1-2 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്യുക. 2 വിസിലടിച്ചിട്ടുണ്ട്. തുറന്നു നോക്കാം. അയ്യോ, ക്യാമറയ്ക്കകത്ത് മുഴുവൻ ഓക്കെ ഇപ്പോൾ കണ്ടത് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയേക്കുന്നത്. അപ്പം ഇവനെ നമ്മൾ 1 മിനിറ്റ് കൂടെ ഒന്നുകൂടെ തന്നെ ഇളക്കണം. ഇപ്പോൾ കണ്ട നല്ല സവാളയും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്, വഴഞ്ഞിട്ടുണ്ട്. എന്നാൽ നല്ലപോലെ വഴഞ്ഞിട്ടില്ല. ഇത് ആവിക്കകത്ത് ശരിക്കും വെന്തതാണ്. അതുകൊണ്ട് നമ്മളിതിനെ ആ എണ്ണയ്ക്കകത്ത്, നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയ്ക്കകത്ത് തന്നെ ഒരു 2 മിനിറ്റ് വഴറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തീ ഓൺ ചെയ്യണം. ഈ ഒരു സ്റ്റെപ്പ് മറക്കാതെ ചെയ്യണം. ഇങ്ങനെ ഇപ്പം നോക്കുമ്പോഴത്തേനും ഇതിനകത്ത് ഓൾറെഡി ഇതെല്ലാം കണ്ട നല്ല വഴഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഇതിനകത്തുള്ള കണ്ട അടിയിൽ വെള്ളവും എണ്ണയും കൂടെ മിക്സായിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ നല്ലപോലെ വഴറ്റിയില്ലെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തില്ല. അതുപോലെ തന്നെ സവോള നിങ്ങൾ 2-3 ചേർത്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കറി നല്ല കുറുകിയിരിക്കും. അപ്പോൾ കണ്ട നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കറിൻ്റെ അടിയിൽ ചെറുതായിട്ട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേനാണ് നമ്മുടെ സവോള നല്ലപോലെ വഴണ്ടു. ഇങ്ങനെ തന്നെ ചെയ്യണം. ആ തുറക്കുമ്പോഴേ അതിൻ്റെ അകത്തേക്ക് മസാല നമ്മൾ ഇടരുത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും ചേർക്കുകയാണ്. എന്നിട്ട് ഒന്ന് ഇളക്കുക. ഏറ്റവും തീ കുറച്ച് വെക്കുക. തീരെ ചെറിയ തീയിൽ, അതല്ലെങ്കിൽ വലിയ ബർണറാണെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ചെയ്യുക. കുക്കർ നല്ല ചൂടായിട്ട് നിൽക്കുകയാണ്. 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, മീറ്റ് മസാല 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ആ മസാല എല്ലാം 1 മിനിറ്റോളം നമ്മുടെ സവാളയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റുക. അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുകയാണ്. കണ്ട 1/2 ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് കണ്ട മസാല കിടന്ന് മസാല നല്ലപോലെ വേകുകയാണ്. ആദ്യം തന്നെ ചെറു തീയിൽ ഇത് ചെയ്യണം. മസാല ആദ്യം നമ്മൾ എണ്ണയ്ക്കകത്ത് വഴറ്റിയപ്പോഴും കരിയാൻ പാടില്ല. അതുപോലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടും മസാല ചെറു തീയിലിരുന്ന് വേണം വേകാൻ. മസാല വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ തെളിഞ്ഞ് വന്ന സമയത്ത് നമുക്ക് മട്ടൺ ഇതിനകത്തേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മട്ടൻ്റെ അകത്തേക്ക് മസാല നല്ലപോലെ പുരട്ടി പിടിപ്പിച്ചിട്ടുണ്ട്. കുക്കർ ആദ്യം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വിസിൽ വന്നു കഴിയുമ്പോൾ ചെറു തീയിലേക്ക് മാറ്റുക. തീരെ ചെറിയ തീയല്ല. കുക്കറിനകത്ത് സ്റ്റീം നിറഞ്ഞ് നിന്ന് ഇപ്പോൾ വിസിലടിക്കും. ആ ഒരു പരുവത്തിൽ നിന്നിട്ട് ഒരു 12 മിനിറ്റ് 14 മിനിറ്റ് വേവിച്ചിട്ട് തുറന്നു നോക്കുക. ഞാനൊരു 15 മിനിറ്റോളം അടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തുറന്നു നോക്കാൻ പോകാം. ഒട്ടും വെള്ളം ഒഴിക്കാത്ത മട്ടൻ്റെ അകത്തേക്ക് ഇപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം മട്ടൺ നമ്മുടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ചാറ് കുറുക്കേണ്ടവർക്ക് ഇനിയും കുറുക്കിയെടുക്കാം. സൂപ്പറായിട്ട് മട്ടൺ വെന്തിട്ടുണ്ട്. നല്ല കറിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എഴുതുക. അപ്പം ഇത് ഞാൻ ചപ്പാത്തിയിലൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. ചപ്പാത്തിക്കും കപ്പയ്ക്കും ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പം ഇതുവരെ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ചപ്പാത്തി മട്ടൻ കറിയാണ് ഇന്നത്തെ വൈകിട്ടത്തെ ഫുഡ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക.
അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാത്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം സവോള വഴറ്റിയപ്പോൾ സവോള നല്ലപോലെ കുക്കർ തുറന്ന് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കൂടെ സവോള വഴറ്റണം. അത് കഴിഞ്ഞ് മസാല ഇട്ടിട്ട് മസാല ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കാവുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മസാല നല്ലപോലെ വേവിച്ച ശേഷം മാത്രമേ അതിൻ്റെ അകത്തേക്ക് മട്ടൺ ഇടാവുള്ളൂ. ഈ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അടിപൊളി കുറുകിയിരിക്കുന്ന ചാറോട് കൂടിയ നല്ല മട്ടൻ കറി ഇവിടെ കിട്ടും കേട്ടോ. നല്ല തിക്കായിട്ടിരിക്കുന്ന നല്ല മട്ടൻ കറി.